Hi. So we were discussing about simple interest and compound interest, no? So we have discussed two formulas. First formula is for simple interest. Simple interest I is equal to, or simple interest is equal to PNR by 100. The speciality of that formula is in order to calculate the simple interest. That formula is for simple interest, okay, PNR by 100. And in the case of compound interest, the formula is not for calculating interest. In the case of compound interest, formula is not for calculating interest, formula is for calculating the total amount. That is the difference. And total under compound interest case, total amount is equal to what? P into 1 plus R by 100 all raised to n. So these are the things we have discussed in the last class. I think by in the last class we have discussed an example. I think through that you may understood the concept well. അപ്പോൾ ആകെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് അതിൽ ഇൻട്രസ്റ്റിനാണ് ഫോർമുല ഐ ഈസ് ഇക്വൽ ടു PNR by 100. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല, ടോട്ടൽ എമൗണ്ടിനാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ ഫോർമുല എന്താണ്? ടോട്ടൽ എമൗണ്ട് ഈസ് ഇക്വൽ ടു P into 1 plus R by 100 all raised to n. ആ ഫോർമുല ഉണ്ട്. ഇനി ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ട് ആണ് കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവസാനം കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ആദ്യത്തെ കിട്ടുന്ന എമൗണ്ട് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നു. എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അത്രയും നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ചാപ്റ്ററിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല. ബിക്കോസ് യു നോ ദാറ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എക്സിസ്റ്റ് ലിമിറ്റേഷൻസ്. So we are going to discuss only two most important questions. Okay, I think by discussing that you will get understood this concept well. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് അടുത്ത ക്ലാസ്സിൽ പോകണം. ഇന്ന് ഞാൻ 2-3 ക്വസ്റ്റ്യൻ ആയിരിക്കും പറ്റുള്ളൂ. മാക്സിമം നമ്മൾ ഇന്ന് പഠിക്കും. അതോടെ നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് വൈൻഡപ്പ് ചെയ്യും. ഷാൽ വി? യെസ്. സോ ജസ്റ്റ് സ്റ്റേ വിത്ത് മീ. ഓക്കെ. So this video should be a lengthy video, so you have to adjust with that. See, we are going to discuss this question. Okay, Fabinho borrows 12,500 at 12% per annum for 3 years at simple interest, and Radha borrows the same amount for the same time period at 10% per annum compounded annually. Who pays more interest and how much? This is your question. Let me explain this question for you. Fabinho എന്ന് പറയുന്ന കുട്ടി 12,500 rupees ഒരു ബാങ്കിൽ നിന്നും കടം എടുക്കുന്നു. എത്ര ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്? 12% ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്കാണ് ഫാബിനയ്ക്ക് ആ എമൗണ്ട് വേണ്ടത്. അതായത് 3 വർഷത്തിന് ശേഷമാണ് ഫാബിന തിരിച്ച് പൈസ ബാങ്കിന് കൊടുക്കുകയുള്ളൂ, പലിശ അടക്കം. ഓക്കെ, അപ്പോൾ ഫാബിന 12,500 rupees ഒരു ബാങ്കിൽ നിന്ന് എടുക്കുന്നു. എത്ര ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്? 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പെർ ആനും. പെർ ആനും എന്ന് വെച്ചാൽ പെർ ഇയർലി. വാട്ട്? പെർ ആനും സ്റ്റാൻഡ്സ് ഫോർ പെർ ഇയർലി ഫോർ 3 years, 3 വർഷത്തേക്ക്. ഓക്കെ, അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അവൾ കടം എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ബാങ്ക് കടം കൊടുക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. ഓക്കെ, ആൻഡ് രാധ അടുത്ത കുട്ടി ബോറോസ് ദ സെയിം എമൗണ്ട്, ഇതേ പൈസ തന്നെ രാധ മറ്റൊരു ബാങ്കിൽ നിന്നും എടുക്കുന്നു, അല്ലെങ്കിൽ അതേ ബാങ്കിൽ നിന്നും കടം എടുക്കുന്നു ഫോർ ദ സെയിം ടൈം പീരീഡ്. ഇതേ 3 വർഷം സെയിം. ഫാബിന് എത്ര വർഷത്തേക്കാണ് എടുത്തോ അതേ വർഷങ്ങളിലോട്ട്, അതായത് 3 വർഷത്തേക്ക് തന്നെ രാധയും പൈസ എടുക്കുന്നു. പക്ഷേ 10% എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഇവിടെ 12% ഇവിടെ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ടഡ് ആനുവലി എന്ന് വെച്ചാൽ എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസാണ് രണ്ടാമത്തെ കേസെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഈ നമ്മുടെ രാധ പൈസ കടം വാങ്ങിയ ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് പൈസ കടം കൊടുത്തേക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ് ഹൂ പേയ്സ് മോർ ഇൻട്രസ്റ്റ് ആൻഡ് ഹൗ മച്ച്? ഈ 2 പേരും 3 വർഷം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ബാങ്കിൽ കൊണ്ട് തിരിച്ചടക്കേണ്ടി വരുമല്ലോ. യെസ്. അപ്പം ഏറ്റവും കൂടുതൽ പലിശ ആർക്ക് വന്നു, ഇൻട്രസ്റ്റ് ആർക്ക് വന്നു എന്നാണ് ചോദ്യം. Okay, so this is your question. So let us explore this question. So 2 cases are there. First one is Fabinho. Okay, Fabinho's case, and second one is what? Tell me. Radha's case.
അപ്പോൾ നമുക്ക് ആദ്യം ഫാബിനേൻ്റെ കേസ് സോൾവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ രാധേൻ്റെ കേസിലോട്ട് വരും. ഫാബിനേൻ്റെ കേസിൽ എന്തൊക്കെയാണ്? ഫാബിന ഒരു ബാങ്കിനെ സമീപിക്കുന്നു. എത്ര എമൗണ്ടാണ് ഫാബിന കടം വാങ്ങുന്നത് ബാങ്കിൽ നിന്നും? പറ. 12,500. അതായത് ഇൻ ദ കേസ് ഓഫ് ഫാബിന ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ പി ഈസ് നത്തിങ് ബട്ട് 12,500 അല്ലേ? എത്ര രൂപയാണോ പൈസ കടം വാങ്ങുന്നത് അല്ലെങ്കിൽ കടം എടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ എമൗണ്ട്, അതിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈസ് ഗിവൺ ആസ് 12% അല്ലേ? 12% പലിശ നിരക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ നിരക്ക് ആ ബാങ്കിൽ. ഓക്കെ. എത്ര ടൈം പീരീഡ് ഓർ നമ്പർ ഓഫ് ഇയേഴ്സ് എൻ ഈസ് ഇക്വൽ ടു വാട്ട്? 3 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ് കേസ്? കേസ് ഈസ് അണ്ടർ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിലാണ് ഈ പ്രോബ്ലം വരുന്നത്. കാരണം എന്താ? വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? 3 വർഷത്തിന് ശേഷം ഫാബിനയ്ക്ക് എത്ര പലിശ വരും, അല്ലാണ്ട് 3 വർഷം കഴിയുമ്പോൾ ഫാബിന എത്ര രൂപ മൊത്തം തിരിച്ചടയ്ക്കണമെന്നല്ല ചോദ്യം ചോദിച്ചേക്കുന്നത്. 3 വർഷം കഴിയുമ്പം പലിശ ഇനത്തിൽ അഥവാ ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം. കാരണം നിങ്ങൾക്കറിയാം, ഒരു ബാങ്ക് ഒരാൾക്കൊരു പൈസ കടം കൊടുക്കുമ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ ആൾ അതേ പൈസ തിരിച്ചടച്ചാൽ മതിയോ? പോരാ, ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പം ആ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് ഫാബിനയ്ക്ക് എത്ര വരും 3 വർഷത്തിന് ശേഷം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഇൻട്രസ്റ്റ് മാത്രം കൊണ്ട് അടച്ചാൽ മതിയോ? ഇല്ല. ഫാബിന എടുത്ത എമൗണ്ട് എത്രയാണോ അതും അതിൻ്റെ കൂടെ പലിശയെ അഥവാ ഇൻട്രസ്റ്റും കൂടെ അടയ്ക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഹൂ പേയ്സ് മോർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് മാത്രം കമ്പയർ ചെയ്താൽ മതി. ഓക്കെ. സോ വി ആർ ഗോയിങ് കേസ് ഈസ് അണ്ടർ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ദ ഫോർമുല ഈസ് ഗിവൺ ഫോർ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇറ്റ് സെൽഫ് അല്ലേ? നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് ഫാബിനേൻ്റെ ഇൻട്രസ്റ്റ് എന്നാണ്. അപ്പോൾ ഇൻട്രസ്റ്റിനുള്ള ഫോർമുല തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിലുള്ളത് അല്ലേ? കാരണം ഫാബിനേൻ്റെ കേസ് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കേസാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ ഫോർമുല ഇൻട്രസ്റ്റിന് തന്നെയാണ്. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫാബിന അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് തന്നെ കിട്ടും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ആ ഫോർമുല തന്നെ എന്തിനുള്ളതാണ്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. യു മേ അണ്ടർസ്റ്റുഡ് നോ? സോ വിച്ച് ഈസ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓർ ഇൻട്രസ്റ്റ്? PNR/100. വളരെ സിമ്പിളാണ്. സോ ടെൽ മീ. P 12,500, then N നമ്പർ ഓഫ് ഇയേഴ്സ് 3, R 12 ഡിവൈഡ് ബൈ 100. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ദീസ് 2 zeros will get cancel. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. 125 × 3 × 12. എന്താണ് 12 × 3? 12 × 3 എന്ന് പറയുമ്പം 36 ആണല്ലേ? നമുക്കൊരു റഫ് പേപ്പർ എടുക്കാം, നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 12 × 3 36 ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. മൾട്ടിപ്ലിക്കേഷനൊക്കെ പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കുക. 12 × 3 36 ആണ്. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട് ചെയ്യുമെങ്കിൽ മാത്രമേ എക്സാമിന് എന്തായാലും കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 10 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. +1 +2 മുതൽ നമുക്ക് ഉപയോഗിക്കാം കാൽക്കുലേറ്റർ. അപ്പോൾ 10 വരെ നമ്മൾ കാൽക്കുലേഷൻസ് ഇങ്ങനെ സ്വന്തമായി ചെയ്ത് കൈകൊണ്ട് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ മാത്രമേ സ്പീഡ് കിട്ടുള്ളൂ. വാട്ട് ഈസ് 12 × 3? 36. No? Yes. That 36 × 125. We must multiply 125 with 36. Just do it very fast and accurate. I think it is correct, no? Yes. 4,500 is the amount. That means this is the amount, or this is the simple interest, or this is the interest for 3 years. അതായത് ആ ഫാബിന പൈസ കടമെടുത്ത് 3 വർഷം കൊണ്ട് ഇത്രയും പലിശ ഇനത്തിൽ തന്നെ അഥവാ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആയിട്ട് തന്നെ ഇത് വന്നു. അതായത് 3 വർഷത്തേക്ക് ഫാബിന പൈസ ബാങ്കിൽ നിന്ന് കടമെടുത്തപ്പോൾ പലിശ ഇനത്തിൽ അഥവാ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇത്രയും രൂപ വന്നു. ഇനി ഫാബിനയ്ക്ക് മൊത്തം ഇപ്പോൾ ഇത് ഇത്രയും മതി. ഇത്രയും നമ്മൾ ഇൻട്രസ്റ്റാണ് 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് രണ്ടുപേരുടെയും കമ്പയർ ചെയ്യാതെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റാണ്, അത്രയും മതി. ഇനി നിങ്ങളോട് ചുമ്മാ ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. അപ്പം വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കും. നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. എങ്കിലും നമ്മുടെ ഒരു ഇൻഫർമേഷനോട്ട് വേണ്ടി നമുക്ക് അതും കൂടെ കണ്ടുപിടിക്കാം. എങ്കിൽ എത്ര രൂപയായിരിക്കും ഫാബിന തിരിച്ചടയ്ക്കേണ്ടത്? എമൗണ്ട് വിച്ച് ഫാബിന പേയ്സ് ബാക്ക് എത്ര രൂപയായിരിക്കും? ഫാബിന എടുത്തത് എത്ര? 12,500 പ്ലസ് ഇൻട്രസ്റ്റ് ഓൾസോ 4,500. സോ ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഫാബിന മസ്റ്റ് പേ back to the bank, isn't it? So 0 0 0 0 0 0. സോ 17,000 രൂപ ആണ് എന്ത് ചെയ്യേണ്ടത്? ഫാബിന
ബാങ്കിലോട്ട് തിരിച്ചടയ്ക്കേണ്ടത് അല്ലേ. 12,500 രൂപ എടുത്ത ഫാബിന് 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കേണ്ടി വരുന്നു? 17,000. അതൊക്കെയാണ് ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ. നമ്മൾ ലോൺ എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് വരിക അല്ലേ. ഇത് ഇത്രയും ചെറിയ എമൗണ്ടായിട്ട് അപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കടം എടുത്തിട്ടുള്ള, ഒരു പക്ഷേ നിങ്ങളുടെ പാരൻസൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അല്ലേ, നിങ്ങളുടെ പാരൻസ് എന്നല്ല, ഇൻക്ലൂഡിങ് മൈ പാരൻസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ ഇത്രയും ഒരു വലിയൊരു ഹ്യൂജ് ലോസ് വരും. പക്ഷേ നമുക്ക് നിവർത്തിയില്ല. പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമുക്ക് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിനെ സമീപിക്കുക. പക്ഷേ ബാങ്കിൻ്റെ ഒരു ട്രിക്കാണിത്. ഈ എമൗണ്ട് ഇതാണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത എമൗണ്ട്. ഇത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മാത്രമാണ്. അവർ നമുക്ക് ഈ എമൗണ്ട് തന്നപ്പോൾ നമ്മൾ ആ തരുന്ന എമൗണ്ടിനും കൊടുക്കുന്ന പലിശ മാത്രമാണിത്. ഇതിനാണ് നമ്മൾ എടുത്തത്. ഈ എടുത്ത പൈസേൻ്റെ ഉപകാരമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ തിരിച്ചടയ്ക്കുമ്പോൾ ഇതും കൂടെ നമ്മൾ അടയ്ക്കണം. ഓക്കെ, I think it is correct. 17,000 rupees that she has to pay back. Okay, and next we are going to discuss about Radha's case. Okay, so we are going to calculate how much interest Radha must pay after these 3 years, isn't it? Yes, but Radha's case is different in the sense that amount is same. That means Radha also borrowed the same amount, 12,500, I think, isn't it? Not I think, it is there in the question. Okay, Radha borrows the same amount. Okay, and for the rate of interest it is given, it is different, 10%. Okay, and same time period, 3 years, and this case is under what? This case is under compound interest. That is the difference. And in the case of compound interest there is no formula to calculate interest അല്ലേ. രാധയുടെ കേസിലും നമുക്ക് എന്ത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? രാധയ്ക്ക് 3 വർഷത്തേക്ക് എത്ര പലിശയാവും, എത്ര ഇൻട്രസ്റ്റ് ആവും. നമ്മൾ ഫാബിനെ കേസിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന്, കാരണം ഫാബിനെ കട എടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന് തന്നെ ഫോർമുല ഉണ്ട്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റിന് തന്നെ ഒരു ഫോർമുല ഉണ്ടോ? ഇല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് ആകെയുള്ള ഫോർമുല ടോട്ടൽ എമൗണ്ടിനാണ്. അതായത് 3 വർഷം കഴിയുമ്പോൾ രാധ എത്ര രൂപ ബാങ്കിലോട്ട് തിരിച്ചടയ്ക്കണം, ടോട്ടൽ എമൗണ്ട്, പലിശയല്ല, ടോട്ടൽ എമൗണ്ടിനുള്ള ഫോർമുലയാണ് നമുക്കുള്ളൂ. പക്ഷെ നമുക്കുള്ളത് വെച്ച് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 വർഷത്തേക്ക് രാധയ്ക്ക് എത്ര ഇൻട്രസ്റ്റ്, പലിശ എത്ര രൂപ വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ പലിശയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുലയില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടൊരു ഫോർമുലയില്ല. നമ്മുടെ അടുത്തുള്ള ഫോർമുല ഈസ് ഫോർ ടോട്ടൽ എമൗണ്ടിനു. സോ ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു അതേ നിവർത്തിയുള്ളൂ നമുക്ക് ചെയ്യാൻ. എങ്കിലും നമുക്ക് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 3 വർഷം കഴിയുമ്പോൾ രാധ എത്ര രൂപ മൊത്തം അടയ്ക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക്. ഇപ്പം അതല്ലേ നിവർത്തിയുള്ളൂ. എന്നിട്ട് നമുക്ക് ആലോചിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു. സോ ടോട്ടൽ എമൗണ്ട് ഫോർമുല ഈസ് P into 1 plus R by 100 all raised to n, and it becomes 12,500 into 1 plus what is R? R is nothing but 10. So 10 by 100 all raised to n, it becomes 3, no? So you may understood that, and it becomes 12,500 into 1 plus, you can cancel this 0 and 0, it becomes 1 by 10 all raised to 3. You may understood, no? So it becomes, very next line what you can write is 12,500 into, you just wait there, let me use another ink, because that is, it's, you know, its brightness is diminished, so I forced to use some another ink. So 12,500 into it becomes, 1 plus this much, it is clear, no? And how you can calculate 1 plus 1 by 10? Only the simplest or simple method is just write this 1 as 1 by 1, and you know how to add 2 fractions. Now it becomes fraction 1 by 1, another fraction. You know how to add 2 fraction, no? How? Just cross multiply. So it becomes 1 into 10 is nothing but 10. Then this sign as it is. Then 1 into 1 is 1. Then 1 into 10 is 10. So all raised to 3 as it is. And you just see, the case under compound interest or solving problem under compound interest case is little bit difficult. Whereas simple interest is much simple. From the simple interest name itself, it is very clear that simple, but compound interest is just little bit complication is there to solve out. So what we can do, we have to solve. There is no other tricky way. 12,500 എന്ന് എഴുതി, എന്നിട്ട് നോക്കുക 10 ഒന്നും 11 11 by 10 all raised to 3. You may understood, no? So it becomes 12,500. We have to be allayed while you are solving. What is 11 by 10 all raised to 3?
What is x raised to 3? X into x into x. So 11 by 10 all raised to 3 becomes 11 by 10 into 11 by 10 into 11 by 10. You understood, no? So now you just see this 0 and this 0 can be cancelled. This 0 and this 0 can be cancelled. So you may think that in all cases we can cancel this kind of zeros. No. If the operation in between is multiplication, then only you can cancel this kind of, you can cancel by using this kind of techniques and all. And you just see, I'm going to multiply the numerator. Which are the numerators? 125 is there, then 11 into 11 into 11. What is 11 into 11? 121. Then what is 121 into 11? 1331. So 1331 and divided by here 110 is there. Just see, so it becomes, we have to multiply both and we have to divide by 10. Dividing by 10 is very simple, no? Okay, so 1331. I'm not using calculator. You can see I'm doing because I know that you have to use calculator. So you have to use, you are not supposed to use calculator. That's why I am also doing like this without using calculator. കാരണം നിങ്ങളതിന് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു. So this is the amount. Okay, so 16. Oh, I think some mistake is there. Let me check once again. Oh, no mistakes. You have to divide by 10, no? Yes, I forgot. So when you divide by 10, what it will be? The answer will be 61637.5. You may understood that, no? To divide a number with 10 by 10, what we can do? Just give a point, then one position to the left side, no? That means when you hear the number of zeros is 1, no? അതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് ഇടുക. സോ അതാണ് ഞാൻ ചെയ്തത്. അതാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇതാണ്, ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഷീ മസ്റ്റ് പേ ബാക്ക്. ഓക്കെ, ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് രാധ മസ്റ്റ് പേ ബാക്ക്. പക്ഷേ രാധ എത്ര രൂപ തിരിച്ചടയ്ക്കണം? അതായത് നിങ്ങളൊന്ന് ആലോചിക്ക്. ഇനി രാധേൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് ചുമ്മാ. 12,500 രൂപ കട അടച്ചിട്ട് കട എടുത്തിട്ട് 16,637.7 രൂപ 0.5 രൂപ രാധയ്ക്ക് തിരിച്ചടയ്ക്കണം. ഓക്കെ, പക്ഷേ ഇനി ഇവരുടെ കാര്യം ഒന്ന് ആലോചിക്ക്. ഫാബിനേൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്ക്. ഫാബിനേൻ്റെ കാര്യത്തിൽ 17,000 രൂപ തിരിച്ചടയ്ക്കണമായിരുന്നു. പക്ഷേ രാധയ്ക്ക് 16,637 രൂപ 0.5 രൂപ 3 വർഷം കഴിയുമ്പോൾ തിരിച്ചടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു രാധയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. കാരണം രാധയ്ക്ക് 10% ഇൻട്രസ്റ്റ്, അവിടെ 12% പലിശ നിരക്ക്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ പലിശ കുറയും. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വരുന്നുള്ളൂ. അവിടെ കുറച്ച് കൂടുതൽ എമൗണ്ട് വരാൻ കാരണം പലിശ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നല്ല വേണ്ടത്, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് കമ്പയർ ചെയ്യാനാണ്. ഇത് ഇൻട്രസ്റ്റ് അല്ല, ദിസ് ഈസ് ടോട്ടൽ എമൗണ്ട്. സോ ലെറ്റ് മീ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ്. ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ്? ടോട്ടൽ എത്രയാണോ അവസാനം കിട്ടിയത് അത് എഴുതുക ആദ്യം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയാണ് പറയുന്നത്. ടോട്ടൽ എത്രയാണോ എമൗണ്ട് കിട്ടിയത് അത് എഴുതുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? അവൾ കട എടുത്ത പൈസ കുറയ്ക്കുക. അപ്പോഴല്ലേ ശരി. ഇതാണ് അവൾക്ക് തിരിച്ചടയ്ക്കേണ്ടത്, ഇതാണ് അവൾ കട എടുത്തത്. അപ്പോൾ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടിൽ നിന്ന് കടയെടുത്ത എമൗണ്ട് സബ്ട്രാക്ട് ചെയ്താൽ അവൾ അടയ്ക്കേണ്ട പലിശ കാണാൻ പറ്റില്ലേ? അതാണ് കോമൺ ലോജിക്കാണ്, സബ്ട്രാക്ട് ചെയ്യുക. സോ ഷാൽ വി സബ്ട്രാക്ട്? യെസ്. 16,637.5 minus 12,000. Sure. 16,637.5 minus 12,500. Okay. So 4137.5. 4137.5 is the amount. This is the interest she has to pay. ഓക്കെ, അതായത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താണ് അവളുടെ പലിശ ഇനത്തിൽ അവൾക്ക് വരുന്ന രൂപയാണിത്. ഓക്കെ, സോ ഷാൽ വി കമ്പയർ ബോത്ത് ഇൻട്രസ്റ്റ്? ദിസ് ഈസ് ദ ഇൻട്രസ്റ്റ് ഫോർ ഫാബിന. സോ ദിസ് ഈസ് ദ ഇൻട്രസ്റ്റ് in the case of Fabina and this is the interest in the case of Radha. Compare both interest, which is bigger. According to this value, this is higher, no? That means
Fabina's interest is more than Radha's interest, isn't it? So this is it. ഫാബിനാസ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല, നമുക്ക് വേറൊരു രീതിയിൽ അത് പറയാം. എങ്ങനെ പറയാം? ഫാബിന പേയ്സ് മോർ ഇൻട്രസ്റ്റ് ദാൻ രാധ, അങ്ങനെ പറയാമല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഫാബിനയ്ക്കാണ് കൂടുതൽ വേണ്ടത്. എത്ര രൂപയാണ് ആയിരിക്കും കൂടുതൽ വേണ്ടത്? 4500 ഫാബിനയ്ക്ക് അടയ്ക്കേണ്ടത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. പലിശയായിട്ട് പലിശ ഇനത്തിൽ ഫാബിനയ്ക്ക് അയക്കേണ്ടത് 4500 ആണെങ്കിൽ രാധയ്ക്ക് 4137.5 രൂപ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഫാബിനയ്ക്കാണ് കൂടുതൽ അടയ്ക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ഫാബിന പേയ്സ് മോർ ഇൻട്രസ്റ്റ് ദാൻ വാട്ട് രാധ എന്ന് പറഞ്ഞു. ഇനി എത്ര ഇൻട്രസ്റ്റ് ആണ്, ഇപ്പം ഞാൻ ഇവിടെ എഴുതുവാണ്, അതിൻ്റെ താഴെ എഴുതേണ്ട കാര്യം ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്, നിങ്ങൾ എഴുതിക്കോളാം. എത്ര ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ വന്നതെന്ന് ഇങ്ങനെ അറിയാം. ഫാബിനയ്ക്ക് രാധേനേക്കാളും എത്ര ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ വന്നതെന്ന് ഇങ്ങനെ അറിയാം. ഫാബിനേൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 4500. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, രാധേൻ്റെ ഇൻട്രസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 4137.5 സബ്ട്രാക്ട് ചെയ്യുക. സോ 4500 മൈനസ് 4137.5. ഓക്കെ, ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴത്തേന് ഡെസിമൽ പൊസിഷൻ ഉണ്ട്, മുകളിലത്തേന് ഇല്ല. അപ്പോൾ ഇതിനൊരു 0.0 എന്നിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് 0 5 പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ബോറോ ചെയ്ത് 10 5 5, പിന്നെ 9 ഉണ്ടാവുക, അറിയാലോ അല്ലേ, എന്തോ. സോ 362.5 റുപ്പീസാണ് എന്ത് ഡിഫറൻസ് വരുന്നത് അവരുടെ ഇൻട്രസ്റ്റ് തമ്മിൽ. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ദ കൺക്ലൂഷൻ ആസ് ഫാബിന പേയ്സ് മോർ ബൈ 362.50. ഫാബിന പേയ്സ് മോർ ബൈ ₹362.5 എന്ന് വെച്ചാൽ എന്താ, 362.5 രൂപയാണ് ഫാബിനയ്ക്ക് കൂടുതൽ വന്നതെന്ന്, ആരേക്കാളും രാധേനേക്കാളും. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിന് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും. ഇവിടുത്തെ കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ നല്ലതുപോലെ 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ അതുകൊണ്ടാണ് അത്രയും സമയം എടുത്ത് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയാൻ തന്നെ 22 മിനിറ്റോളം എടുത്തു ഇപ്പോൾ തന്നെ. ഓക്കെ, 10-25 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുക എന്ന് പറയുന്നത്, ബിക്കോസ് ഐ നോ ദ സീരിയസ്നെസ്. സോ ദിസ് ഈസ് ദ വേ ഓഫ് സോൾവിങ്. സോ യു മേ അണ്ടർസ്റ്റുഡ്. സോ ഇനി നമ്മൾ കുറച്ച് എനിക്കൊന്നൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ചെയ്യാൻ പോവാണ്. Obviously this video be a lengthy video, so you have to adjust, but I think you can adjust, because in between some days we have to make the video as a lengthy video, then only we could complete the chapters in time. And let me add one more thing with this, and you know how to complete this lengthy video, or how to watch this lengthy video properly without skipping any portion. എങ്ങനെ കാണേണ്ടി വരും? നിങ്ങൾക്ക് കണ്ണിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ട്, അതായത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്തായാലും നിർബന്ധമായിട്ട്, ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്തി വീഡിയോ ഒരുമിച്ച് കാണുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ദൂരത്തോട്ട് മൊബൈലൊക്കെ മാറ്റി പിടിച്ച് കാണുക. പിന്നെ രാവിലെ എനിക്ക് തോന്നുന്നല്ല, എന്തായാലും ഒരു 7:30 മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഒരുപക്ഷെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പല കുട്ടികൾക്കും കാണാവുന്ന കാര്യമുള്ളൂ. ഇനി പോട്ടെ, ഇനി ക്ലാസ് റൂമിൽ ഞാൻ എന്താണ് പറയുക, അപ്പം നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പം കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറയില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല. കാരണം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലല്ലോ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയാത്തത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഇടുമ്പോൾ കാണാൻ പറ്റും. ക്ലാസ് റൂമിൽ എന്താണെന്ന് പറയുക, രാവിലെ തന്നെ ഇടും. അപ്പോൾ നിങ്ങൾക്ക് അതിരാവിലെ കാണുന്നതാണ്. അപ്പോൾ അതിരാവിലെ ഒരു അരമണിക്കൂർ കാണുക, ബാക്കിയുള്ള സമയം പിന്നെ എൻ്റെ പീരീഡിൻ്റെ സമയത്ത് കാണുക, അല്ലെങ്കിൽ 15 മിനിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണുക. പ്ലീസ്, ഐ ബെഗ് യു, എങ്ങനെയെങ്കിലും ഇത് കണ്ടു തീർക്ക്. ഓക്കെ, സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകണം. പക്ഷേ സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, അത് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ടേബിൾ ചെയ്ത് ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം ഇതാണ്. ഈ എക്സസൈസിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിലോട്ടൊന്നും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല എന്നല്ല, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ക്വസ്റ്റ്യനൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് സമയമില്ല ഒന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി.
എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെയാവും. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യുന്നു, എപ്പോഴത്തെ പോലും 9നും 10നും നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും തോന്നില്ല. ബാക്കിയുള്ളതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നും തോന്നില്ല. കാരണം നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു 3 ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മൾ നിർത്തുന്നു ഈ ഡിസ്കഷൻ. അതോടെ നമ്മൾ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നു. ആ 3 ക്വസ്റ്റ്യനും ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ അടക്കം 4 ക്വസ്റ്റ്യൻ മതി ഈ സെഷനിൽ നിങ്ങൾക്ക് പരിപൂർണ്ണമായിട്ട് മനസ്സിലാവാൻ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നേ ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകണം. കാരണം എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഷാൽ വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ എക്സസൈസ് 8.3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സബ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റിൽ വരുന്ന തേർഡ് സബ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതൊരു ഡിഫറൻറ്റ് മോഡലുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ പെട്ടെന്ന് കണ്ടില്ല, അത് നമ്മൾ ചെയ്യുന്നു. ഇപ്പം കാൽക്കുലേറ്റ് കാണാത്തതുകൊണ്ടല്ല, മറ്റേത് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേറ്റ് ദ എമൗണ്ട് സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ എമൗണ്ടും കണ്ടുപിടിക്കണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം. ഓൺ 62,500 this is the amount for 1.5 years, 8% per annum, compounded half yearly. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം, ഫുൾ കൺഫ്യൂഷനോ, എന്താണെന്നൊരു അർത്ഥവും മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാകുന്ന രീതിയിലോട്ട് മാറ്റാം എന്നതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനൊരു സിറ്റുവേഷൻ ആക്കുന്നു. ഉദാഹരണത്തിന് രാജുചേട്ടൻ കൊറോണയൊക്കെ ആയിട്ട് ഭയങ്കര കഷ്ടപ്പാടിലിരിക്കുകയാണ്. ഓക്കെ, അയാളുടെ കൃഷിയൊക്കെ ഭയങ്കര എല്ലാം നഷ്ടമാണ്. അപ്പോൾ രാജുചേട്ടൻ എന്ത് ചെയ്തു? ബാങ്കിൽ പോയിട്ട് പൈസ കടമെടുക്കുന്നു. എത്ര രൂപ? അയാൾക്ക് 62,500 രൂപ വേണം. എത്ര വർഷത്തേക്ക്? 1.5 വർഷത്തേക്ക് മതി. കാരണം 1.5 വർഷം കഴിയുമ്പോൾ രാജുചേട്ടൻ്റെ ഇസ്രയേലിലുള്ള മോൻ 1.5 വർഷം കഴിയുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് രാജുചേട്ടൻ അയച്ചു കൊടുക്കും. അപ്പോൾ രാജുചേട്ടൻ ഇത് സുഖമായിട്ട് ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ പറ്റും. ഇപ്പോഴാണ് രാജുചേട്ടൻ്റെ ടൈറ്റ്. അപ്പോൾ രാജുചേട്ടൻ ബാങ്കിൽ പോയിട്ട് 62,500 രൂപ കടം എടുത്തു. എന്നിട്ട് ബാങ്കുകാരോട് പറഞ്ഞു 1.5 വർഷത്തേക്കാണ് എനിക്ക് കടം മതി, 1.5 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കും. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുക, 1.5 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ, 1.5 വർഷം ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് റിലാക്സ്, അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരും. 1.5 വർഷം കഴിയുമ്പം എന്ത് ചെയ്യണം? ഈ രാജുചേട്ടൻ 62,500 രൂപ ബാങ്കിൽ നിന്ന് ഇപ്പോൾ കടം എടുത്തു. 1.5 വർഷത്തിന് ശേഷം രാജുചേട്ടൻ എന്ത് ചെയ്യണം? ഈ പൈസ തിരിച്ചടയ്ക്കണം. എത്ര ശതമാനമാണ് പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ്? 8% പെർ ആനം, പെർ ഇയർലി ആണ്. കോമ്പൗണ്ടഡ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ബാങ്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എന്താണ്? ആ ബാങ്കിൻ്റെ പ്രത്യേകത ഹാഫ് ഇയർ കൂടുമ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ അർത്ഥം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നതിൻ്റെ അർത്ഥം ഞാൻ വളരെ നന്നായി വിശദമാക്കി തരാം. ചില ബാങ്കുകൾ നമ്മൾ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആനുവലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. അതായത് വർഷമാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ചില ബാങ്കുകൾ, കഴുത്തറപ്പൻ ബാങ്കുകൾ, ഹാഫ് ഇയർലി അതായത് ഓരോ 1/2 വർഷവും കൂടുമ്പം, അഥവാ ഓരോ 6 മാസവും 6 months ഈസ് കൗണ്ടഡ് ആസ് ഹാഫ് ഇയർ. സോ ഓരോ 6 മാസവും കൂടുമ്പം ഇങ്ങനെ ഇൻട്രസ്റ്റ്, ആ എമൗണ്ടിലോട്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ 6 മാസം കൂടുമ്പോൾ അവർ പലിശ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കും. വർഷമാണ് ഈടാക്കുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ. പക്ഷേ 6 മാസം കൂടുമ്പോൾ ചില കഴുത്തറപ്പം ബാങ്കുകൾ നമ്മുടെ അടുത്ത് നിന്ന് പലിശ വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പറയുന്നതിനാണ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുന്നത്. പക്ഷേ കാൽക്കുലേഷനൊക്കെ സിമ്പിളാണ്. പക്ഷേ ശ്രദ്ധിക്കണം. എങ്ങനെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം? അപ്പം എന്താണ്? രാജുചേട്ടൻ 62,500 രൂപ ബാങ്കിൽ പോയി കടമെടുത്തു. 1.5 വർഷം കഴിയുമ്പോൾ മോൻ ഇസ്രയേലിൽ നിന്ന് വരും. അപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ രാജുചേട്ടന് തിരിച്ചടയ്ക്കാൻ പറ്റും. അപ്പോൾ 1.5 വർഷമാണ് രാജുചേട്ടൻ്റെ സമയകാലയളവ്. 8% പെർ ഇയർലി ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. പക്ഷേ ഹാഫ് ഇയർലി ആണ് അവർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ഹാഫ് ഇയർലി ആകുമ്പോഴേക്കും ഇൻട്രസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത്. പലിശതാന്ന് വർഷമാണ് സാധാരണ ബാങ്കുകൾ ചോദിക്കുന്നത്. ചില ബാങ്കുകൾ ഹാഫ് ഇയർലി ചോദിക്കും. ഓക്കെ, കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടഡ് ഇയർലി, അതായത് വർഷം മാത്രം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കേസൊക്കെ കോമ്പൗണ്ടഡ് ആനുവലി ആയിരുന്നു. കോമ്പൗണ്ടഡ് ഇയർലി വർഷമാണ് പലിശ കണക്കാക്കുകയുള്ളൂ. പക്ഷേ ഈ കേസിൽ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. യു മേ അണ്ടർസ്റ്റുഡ്. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ബിക്കോസ് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഈ കേസ് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം പി എഴുതുന്നു. എന്താണ്? എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്? ഇവിടുത്തെ 62,500
3,500 rupees. And here what is number of years? 1.5 വർഷം, സോറി 1.5 വർഷമാണ്. മലയാളം എഴുതിപ്പോയി, മലയാളം പറയുമ്പോൾ മലയാളം എഴുതിപ്പോയാണ്. 1.5 years, 1.5 years ആണ് n ആയിട്ട് വരുന്നത് അല്ലേ. n is equal to 1.5 years ആണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഹാഫ് ഇയർലി ആണ് കാൽക്കുലേഷൻസ് പോകുന്നത്. അതായത് എല്ലാ സാധനങ്ങളും പി ഒഴികെ, പി വേണ്ട, പി എന്താണോ പി അത് അതുപോലെ നിർത്തുന്നു, അത് സേഫ് സോണിലാണ്, അവിടെ നമ്മൾ ഒന്നും ഡിസ്റ്റർബും ചെയ്യേണ്ട. ബാക്കിയെല്ലാം ഹാഫ് ഇയർലീൻ്റെ ടേംസിലോട്ട് മാറ്റണം. കാരണം എന്താ, കാൽക്കുലേഷൻ അല്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷനും ഹാഫ് ഇയർലി ആയിട്ടാണ് പോകുന്നത്. ഇതാ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ ഹാഫ് ഇയർലി ആണ്, ഹാഫ് ഇയർലിയിലോട്ടാണ് എല്ലാ കാൽക്കുലേഷനും എത്തിച്ച് നിൽക്കേണ്ടത്. ഇപ്പോൾ കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് പറയുന്നതെങ്കിൽ, ഐ റിപ്പീറ്റ്, ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ കോമ്പൗണ്ടഡ് ആനുവലി, സോ യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ട്വൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെദർ ദ ക്വസ്റ്റ്യൻ ഈസ് കോമ്പൗണ്ടഡ് ആനുവലി ഓർ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഇഫ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി, നോ പ്രോബ്ലം, just like previous question you can solve it out. But if it is compounded half yearly, p as it is, we are not going to disturb p. എത്രയാണോ p അത് അതുപോലെ എഴുതുക, അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഹാഫ് ഇയർലിൻ്റെ ടൈമിലോട്ട് മാറ്റണം. കാരണം ഹാഫ് ഇയർലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1.5 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ഇയർ ആണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? ഒരു ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഇയർ, 2 ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു മൊത്തം വർഷമായി. അപ്പം 1.5 വർഷം എന്ന് വെച്ചാൽ എത്ര ഹാഫ് ഇയർ ഉണ്ടാവും ആലോചിക്കേ, മനസ്സിലായില്ല? അതായത് 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ടാവും, അഥവാ എത്ര 6 മാസങ്ങൾ ഉണ്ടാകുമെന്ന്. അതാണല്ലോ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months എന്നാണ് അർത്ഥം. 1.5 വർഷത്തിൽ എത്ര 6 മാസങ്ങൾ ഉണ്ടാവും? 3 6 മാസങ്ങൾ ഉണ്ടാവും. കാരണം എന്താ, ഒരു ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർ, പിന്നെ ഒരു ഹാഫ് ഇയറും കൂടെ കൂടുമ്പോൾ ആണ് ഒരു ഫുൾ ഇയർ വരിക. നമുക്ക് 1.5 വേണം, ഫുള്ള് പോരാ, ഫുള്ളിൻ്റെ കൂടെ ഒരു ഹാഫും കൂടെ വേണം. സോ 1 more half. അങ്ങനെയാണ് 3 ഹാഫ് ഇയേഴ്സ് കൂടുന്നതാണ് 1.5 വർഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എളുപ്പമല്ലേ? ആദ്യത്തെ ഹാഫ് ഇയർ എന്ന് പറയുമ്പം ഒരു പകുതി വർഷമായി. ഓക്കെ, അടുത്ത ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് വർഷമായി. നമുക്ക് 1.5 വർഷമുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് വർഷം പോരാ, അതായത് 2 ഹാഫ് ഇയർ എന്ന് പറയുമ്പം ഒരു കംപ്ലീറ്റ് വർഷമേ ആവുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഹാഫ്, കാരണം 1.5 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഇയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എത്ര ഹാഫ് ഇയേഴ്സായി? 1 2 3. അതായത് 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ട്? 3 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യത്തെ ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ 1/2 വർഷം, പിന്നെ ഒരു ഹാഫ് ഇയറും കൂടെ ആകുമ്പോൾ ഒരു വർഷമായി. നമുക്ക് 1.5 വർഷമാണ് കാലയളവ്, അപ്പോൾ ഒരു ഹാഫ് ഇയറും കൂടെ വരണം. അപ്പോൾ 3 ഹാഫ് ഇയേഴ്സ് വന്നു. അങ്ങനെയാണ് 3 ഹാഫ് ഇയേഴ്സ്. അതായത് 1.5 വർഷം എന്ന് വെച്ചാൽ, അതായത് n എന്നുള്ളത് ഇയേഴ്സിലാണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷേ നമുക്ക് എന്തിലോട്ടാണ് കാൽക്കുലേഷൻ എത്തിക്കേണ്ടത്? ഹാഫ് ഇയേഴ്സിലോട്ടാണ് കാൽക്കുലേഷൻ നമുക്ക് ചോദിച്ചേക്കുന്നത്. ഹാഫ് ഇയർലി നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായത് n 1.5 ഇയർ എന്നുള്ളതും നമ്മൾ ഹാഫ് ഇയേഴ്സിൻ്റെ ടേംസിലോട്ട് മാറ്റണം. അഥവാ 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ട്? 3 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. യു മേ അണ്ടർസ്റ്റുഡ് നോ? സോ അതാണ് n. അപ്പോൾ 1.5 ഈ വർഷം എന്നുള്ളത് 3 ഹാഫ് ഇയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം അത്യാവശ്യമാണ്. അങ്ങനെ തന്നെ ചെയ്യണം. സോ n വിൽ ബി വാട്ട്? 3. സോ n വിൽ ബി 1.5 ഇയേഴ്സ്. സോ ദാറ്റ് ഇംപ്ലൈസ് 3 ഹാഫ് ഇയേഴ്സ്. സോ n വിൽ ബി 3. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഓക്കെ, അടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% പെർ ആന്യം ഓർ പെർ ഇയർ എന്നാണ് തന്നേക്കുന്നത്. 8% ഒരു വർഷത്തേക്ക്. അപ്പോൾ നമുക്കിവിടെ എന്താണ് വേണ്ടത്? ഹാഫ് ഇയർലിയിലോട്ടാണ് വേണ്ടത്. അപ്പം ഇയറിലോട്ട് 8% ഹാഫ് ഇയർലിയിലോട്ട് എത്ര വരും? 4% ഫോർ ഹാഫ് ഇയർ. മനസ്സിലായില്ല? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു പി ഒഴികെ, ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കാം. പി ഒഴികെ, പീനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബാക്കി എന്നും 6ഉം നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഹാഫ് ഇയേഴ്സിൻ്റെ ടേംസിലോട്ട് മാറ്റണം. കാരണം ക്വസ്റ്റ്യൻ ഈസ് അണ്ടർ ഹാഫ് ഇയർലി. ഓക്കെ, സോ n എന്ന് പറയുന്നത് 1.5 വർഷമാണ്. 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയേഴ്സ് ഉണ്ട്? 3 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. സോ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. അടുത്തത് 8% പെർ ഇയർലി ആണ് തന്നേക്കുന്നത്. 8% പെർ ആനും ഓർ 8% പെർ ഇയർലി. നമുക്ക് ഹാഫ് ഇയേഴ്സിലോട്ട് മാറ്റണം. അപ്പം
ഒരു വർഷത്തേക്ക് 8% ഹാഫ് ഇയർലിയിലോട്ട് 8ൻ്റെ പകുതി 4% ആയിരിക്കില്ലേ, കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഐ തിങ്ക് സെറ്റ് നോ. യെസ്. So now let us use the same formula, which is the formula for calculating the total amount. Tell me, total amount is equal to what? Since it is under compound interest, formula is for only for compound total amount. Total amount will be p into 1 plus r by 100 all raised to n. നിങ്ങൾക്ക് ഒരു ഡൗട്ടും തോന്നാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ബാക്കിയെല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിലൊന്നും ഒരു മാറ്റമില്ല. 6 പക്ഷേ നമ്മുടെ പുതിയ 6 എത്രയാണ്? 4 by 100 all raised to tell me very fast. all raised to n പുതിയ n എത്രയാണ്? 3. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം സിമ്പിളാണ്. So into 1 plus 4 by 100, what we can do is so you just write this 1 as 1 by 1 and you can cross multiply. 1 into 100 is 100 plus 1 into 4 is 4 by 1 into 100 is 100 all raised to 3. Now what we can do is 62 into, so what is 104 is 104. So 104 by 100 all cube. So 104 by 100 all cube എന്ന് വെച്ചാൽ എന്താണ്? 104 by 100 into 104 by 100 into what? 104 by 100. This is the method and okay. സോ അങ്ങനെ കിട്ടി. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 625 ഉണ്ട്. സോ 625 ഇൻറ്റു 104 ഇൻറ്റു 104 ഇൻറ്റു 104. സോ 104 ഇൻറ്റു 104 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 അല്ലേ? എന്താണ് വരിക? 10,000. സോ യു മേ അണ്ടർസ്റ്റുഡ് ദാറ്റ്. സോ നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേണമെങ്കിൽ ഇതിൽ ചെറിയ ക്യാൻസലേഷനൊക്കെ പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ ക്യാൻസലേഷൻ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഡിനോമിനേറ്റർ ഇങ്ങനെ ഒരു നിൽക്കുവാണെങ്കിൽ ഡിവിഷൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ക്യാൻസലേഷനൊന്നും മുതിരുന്നില്ല. ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 10,000 മാറുമല്ലോ. അപ്പോൾ എനിക്ക് 10,000 ഡിനോമിനേറ്ററിലുണ്ടെങ്കിൽ ഡിവിഷൻ എളുപ്പമാണ്. കാരണം എനിക്ക് എന്തായാലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ന്യൂമറേറ്റർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് എൻ്റെ സ്റ്റൈലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ ഫോളോ ചെയ്യാം. സോ 104 ഇൻറ്റു 104 ഇൻറ്റു 104 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കാൽക്കുലേഷനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. നമുക്കാരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഓക്കെ, ഒന്നും കൂടെ 104 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ നല്ല കാൽക്കുലേഷനിൽ സ്പീഡുള്ള ആൾക്കാരായതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. കാൽക്കുലേഷൻ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡാക്കുക. സോ നമുക്ക് 4 6 സോ ഇതാണ് വരുന്നത്. സോ അതിന് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 625 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. സോ വേറൊരു പേപ്പർ എടുക്കട്ടെ ഞാൻ. ഭഗവാൻ അറിയത് ശരിയാണോ എന്ന്. മീൻസ് മൾട്ടിപ്ലിക്കേഷൻ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫുള്ള് എൻ്റർ തെറ്റും. എൻ്റെ മക്കളെ മടുത്തു.
എൻ്റെ ദൈവമേ. സോ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതാണെന്ന് തോന്നുന്നു ആൻസർ. ഇത് നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം നമുക്ക്. സി ഈ ക്യാൻസൽ ആയിപ്പോൾ 70304 ആണ്. നമുക്ക് 70304 ആണ് 1.5 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജുവേട്ടൻ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ഒരു കാൽക്കുലേഷനും കൂടെ അതിലുണ്ട്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? അതിൻ്റെ എത്രയാണ് ഇൻട്രസ്റ്റ് അല്ലേ? അല്ല, കാൽക്കുലേറ്റ് എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വേണം. എമൗണ്ട് കിട്ടി, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ എമൗണ്ട് അവസാനം തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടായ ഇപ്പം നമുക്ക് കിട്ടിയ അതിൽ നിന്നും രാജുചേട്ടൻ കടമെടുത്ത ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ. So 7,804 will be the interest he must pay back. അത് ഇത്രയും രൂപ പലിശ ഇനത്തിൽ തന്നെ വന്നു. അപ്പം ഈ ഇൻട്രസ്റ്റും ഈ പൈസയും കൂടെയാണ് അയാൾക്ക് അവസാനം തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടായ ഇത് വന്നത്. ഓക്കെ. ആ ഇൻട്രസ്റ്റും മറ്റേ അയാൾ കടമെടുത്ത എമൗണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ പൈസ വരുന്നത്, തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ദ എമൗണ്ട് ഹി മസ്റ്റ് പേ ബാക്ക് ആൻഡ് ദിസ് ഈസ് ദ എമൗണ്ട് വിച്ച് കെയിം അണ്ടർ ഇൻട്രസ്റ്റ്. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് നോ? സോ ദിസ് ഈസ് എ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജു ചേട്ടൻ ഈ എമൗണ്ട് ബാങ്കിൽ നിന്ന് കടമെടുത്ത് 1.5 വർഷത്തേക്ക്, 1.5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ അയാൾക്ക് ഇത്രയും രൂപ തിരിച്ചടയ്ക്കേണ്ട വന്നു. അപ്പോൾ അതാണ് ബാങ്കുകാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അതാണ് അവരുടെ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബാങ്കുകാരുടെ. കാരണം ഇത്രയും എമൗണ്ട് രാജു ചേട്ടന് പലിശയായിട്ട് മാത്രം അടയ്ക്കേണ്ട വന്നു. അപ്പോൾ ഇതും കടമെടുത്ത എമൗണ്ടും കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ ടോട്ടൽ എമൗണ്ടാണ് അയാൾക്ക് അടയ്ക്കേണ്ട വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ്. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായതുകൊണ്ട് ഇൻട്രസ്റ്റിന് സെപ്പറേറ്റ് ഫോർമുല ഒന്നുമില്ല. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, നോക്കുക. എ സ്കൂട്ടർ വാസ് ബോട്ട് അറ്റ് 42,000 rupees. ഇറ്റ്സ് വാല്യൂ ഡിപ്രിഷ്യേറ്റഡ് അറ്റ് 8% per annum. ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ആഫ്റ്റർ 1 year. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്കൂട്ടർ നമ്മൾ മേടിച്ചത് 42,000 രൂപയ്ക്കാണ്, 42,000 rupeesന്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമ്മൾ നിർത്തുന്നു. ഇത് ആ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതും കൂടെ ചെയ്തിട്ട് നമ്മൾ നിർത്തുന്നു. നിങ്ങൾ ക്ഷമയോടെ വീഡിയോ കാണുക. once in 2 weeks or once in a week we have to make the video in this way. You have to adjust with this. And this is the case of a scooter and its price is 42,000 rupees. So when this is the amount for the scooter we must pay. So in order to buy the scooter we have to pay this amount. Okay. പക്ഷേ നമുക്ക് ഒരു സ്കൂട്ടറിൻ്റെ കാര്യം അറിയാം. ഓരോ വർഷം കഴിയുമ്പോഴും, ഇപ്പം ഞാനിപ്പോൾ ഒരു ബൈക്ക് മേടിച്ചു. ഇപ്പോൾ എൻ്റെ ബൈക്കാണെന്ന് വിചാരിക്കുക. ഞാൻ മേടിച്ച വില ഇന്ന് കിട്ടുമോ? ഞാൻ 2010 എൻ്റെ ബൈക്ക് മേടിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ എനിക്ക് മേടിച്ച് തരുന്നത്. അപ്പോൾ ഈ 2010 മേടിച്ച ബൈക്കിന് ഇപ്പം 2020 10 വർഷമായി എൻ്റെ ബൈക്ക് എടുത്തിട്ട്. അപ്പോൾ ഈ 10 വർഷം കഴിയുമ്പോൾ ഞാൻ മേടിച്ച വില കിട്ടുമോ? ഇല്ല. ഓരോ വർഷം കഴിയുമ്പോഴും ബൈക്കിൻ്റെ വില ഇങ്ങനെ, അതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്കൂട്ടർ മേടിച്ചപ്പോൾ 42,000 രൂപയായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും 8% വെച്ചു അതിൻ്റെ വിലയിൽ ഇങ്ങനെ വില കുറഞ്ഞു. കാരണം സ്കൂട്ടർ യൂസ് ചെയ്യുമ്പോൾ പഴയതാകുമ്പോൾ അതിൻ്റെ ഫ്രഷിൻ്റെ വാല്യൂ ഉണ്ടാവുമല്ലോ, ഇല്ല. അപ്പം 8% വെച്ച് അതിൻ്റെ വില ഇങ്ങനെ ഓരോ വർഷവും താന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്, പഴയതാവുന്നതിനനുസരിച്ച്. എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ സ്കൂട്ടറിൻ്റെ വില എത്രയായിരിക്കും? ഈ മേടിച്ച സ്കൂട്ടറിന് ഒരു വർഷം കഴിയുമ്പോൾ ചേട്ടൻ വിൽക്കാൻ പോവുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു കേസിലും നമുക്ക് ഏത് ഫോർമുല തന്നെ എടുക്കാം. A is equal to P into 1 plus R by 100 all raised to n. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ പഠിച്ച അതേ ഫോർമുല തന്നെ ഈ കേസിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണെന്ന്. കാരണം ആ ഫോർമുലയ്ക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, അതായത് ഒരു സാധനം മേടിച്ചു, ഒരു കാറ് മേടിച്ചു, അത് ഇത്ര ശതമാനം വെച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും കാറിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കാറ് പഴയതാകുന്നതനുസരിച്ച് വില കുറയും. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ കാറിൻ്റെ എത്ര രൂപയാണ് കാറിന് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്ന കേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണിത്. അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോർമുല. സോ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ പി എന്താണ്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്ര രൂപയ്ക്കാണ് ആ വണ്ടി മേടിച്ചത്? 42,000 രൂപയ്ക്ക്. അതാണ് പി. ആർ എന്താണ്? ഓരോ വർഷവും എത്ര ശതമാനം വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് കുറയുന്നത്? 8%. ഇനി എൻ എന്താണ്? എത്ര വർഷം കഴിയുമ്പോഴുള്ള വിലയാണ് നമുക്ക് അറിയേണ്ടത്? 1.
ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഓക്കെ, ഇനി 10 വർഷം കഴിയുമ്പോഴാണെങ്കിൽ ഇന്ന് 10 ആവും, അത്രേ ഉള്ളൂ. അപ്പം ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കും, അത്ര മാത്രമേ ഉള്ളൂ. സോ എ ഈസ് ഈക്വൽ ടു വാട്ട്, ഈ എ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പം ആ ബൈക്കിനുള്ള വില കിട്ടും നിങ്ങൾക്ക്. എ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എ സ്റ്റാൻഡ്സ് ഫോർ ദ എമൗണ്ട് ഓഫ് ബൈക്ക് ആഫ്റ്റർ 1 year. സോ എ വിൽ ബി യുവർ ആൻസർ. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റൈസ് ടു n. You may understand, no? So 42,000 into 1 plus 8 by 100 all raised to 1. Okay, so just calculate this. Okay, so you can multiply this, you can cross multiply, it become 108 by 100. You just do yourself, raised to 1. So something raised to 1 is that thing itself. That means x raised to 1 is x itself. So it become 42,000 into 108 by 100 all raised to 1 is just 108 by 100 itself. You can cancel these 2 0. So answer will be 420 into 108. Just multiply 420 into 108. So 42 into multiply ചെയ്തിട്ട് അവസാനം നമുക്കൊരു 0 ചേർത്താൽ മതിയല്ലോ. Oh. 4536. So it becomes 45360. So this is the this will be the we made a mistake here. Sorry കേട്ടോ, വെരി സോറി. ഒരു കാര്യം എനിക്ക് വിട്ടുപോയി, ഓർത്തില്ല ഞാൻ ഒരു കാര്യം. സോറി കേട്ടോ, വെരി സോറി. ഇവിടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞേക്കുന്നത്, കുറയുക എന്നാണ്. അപ്പോൾ 1 പ്ലസ് അല്ല വരിക, 1 മൈനസ് ആണ് വരിക. സോറി ഫോർ മൈ മിസ്റ്റേക്ക്. സോറി, വെരി സോറി. നിങ്ങൾ കറക്റ്റ് ചെയ്യണം. സോറി, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത്രയും ലെങ്തി വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പ്ലസ് മാറ്റി മൈനസ് ആക്കണം. കാരണം നമ്മുടെ ഫോർമുല ശരിക്കും ഈസിക്കൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റൈസ്ഡ് ടു n ആണ്. പക്ഷേ ഇവിടെ വാല്യൂ ഓരോ വർഷം കഴിയുമ്പോഴും എന്താണ്, കുറയുകയാണ്. ഇൻക്രീസ് ചെയ്യുന്ന കേസാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം സ്വർണ്ണം നമ്മൾ മേടിച്ച് കഴിഞ്ഞു. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കൂടി വരും. ഇൻക്രീസ് ചെയ്താൽ സ്വർണ്ണത്തിന് മൂല്യം ചിലപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരും. അപ്പം ഇൻക്രീസാണ് കേസെങ്കിൽ 1 പ്ലസ് ആസ് യൂഷ്വൽ ഫോർമുല 1 പ്ലസ് ആർ ബൈ 100 ഓൾ റൈസ്ഡ് ടു n. പക്ഷേ ഇവിടെ വില കുറയുവാണ് ഓരോ വർഷം കഴിയുമ്പോൾ. അപ്പോൾ 1 പ്ലസ് എന്നുള്ള ഫോർമുലേനെ നമ്മൾ 1 മൈനസ് ആക്കണം. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു സാധനം മേടിച്ചിട്ട് ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി വരിക. ഉദാഹരണത്തിന് നമ്മളൊരു കോഴീനെ മേടിച്ചു എന്ന് വിചാരിക്കാം. കോഴീന് ഒരു 140 രൂപ. ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട്. 4 നാടൻ കോഴിയുണ്ട്, 10 ഈ ഗിരിരാജൻ കോഴി, അങ്ങനത്തെ പല ഐറ്റംസ് കോഴിയൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഇപ്പം നമ്മളൊരു ആടിനെ മേടിച്ചു എന്നിരിക്കും, ആടും ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം ആട് ഇപ്പം നമ്മൾ മേടിക്കുന്ന ഒരു 4000 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു 5000 റുപ്പീസിനാണ് നമ്മളൊരു ആടിന് മേടിക്കുന്നതെങ്കിൽ, ആട് കുഞ്ഞതിൻ്റെ വില 5000 റുപ്പീസാണ്. വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ വില കൂടി വരും. അങ്ങനെ കൂടി വരുന്ന കേസിൽ നമ്മൾ 1 പ്ലസ് ആർ ബൈ 100 എന്നുള്ള ഫോർമുല ഉപയോഗിക്കും. ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞ്, ഇപ്പോൾ വണ്ടിയാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ വില കുറഞ്ഞ് വരിക. അപ്പോൾ 1 മൈനസ് ആണ് വരേണ്ടത്. ഡിപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഈ ഡിക്രീസ് ഓർ ഇഫ് ദ എമൗണ്ട് ഈസ് ഇൻക്രീസിങ് ഇയർ ബൈ ഇയർ, the sign here will be plus. If the amount is decreasing year by year, just like this case, the sign will be minus. So അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വരെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആക്കുക. അപ്പം ഇവിടെ മൈനസ് ആണ് വരിക. ഓക്കെ, ബാക്കി അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അവിടെ വരെ ശരിയാണ്, അവിടെ വരെ ശരി എന്നല്ല, സൈൻ കറക്റ്റ് ചെയ്തത്. ബാക്കിയുള്ളത് നമ്മൾ കാൽക്കുലേഷൻ മാറ്റണം. വേണ്ടതുണ്ടോ? സോ നമ്മളിവിടം വരെയാണ് എത്തിയത്. സോറി കേട്ടോ, ഞാനത് ഓർത്തില്ല. ഇത്രയും വലിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഒരാളെ കറക്റ്റ് ചെയ്യാനും, നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യും. സാറ് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്, പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തോ പറ്റിയതാണ്. ഓക്കെ, എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിവല്ല, എന്തോ പറ്റിയതാണ് അങ്ങനെ. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, 1 into 100 എന്ന് വരിക 100. ഓക്കെ, ഈ സൈൻ അതുപോലെ മൈനസ്, ദെൻ 1 into 88 ഡിവൈഡ് ബൈ 1 into 100 ഓൾ റൈസ്ഡ് ടു 1. ഞാൻ എൻ്റെ സ്കെച്ചൊക്കെ തീർന്നു, മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചുള്ളൂ ഇത്. നമുക്ക് ഇന്നൊരു സാധനം മേടിച്ച് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കൊറോണ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അത് എടുക്കുകയുള്ളൂ. ഓക്കെ, സോ 42,000 ഇൻറ്റു ദെൻ 100 മൈനസ് 80 വിൽ ബി വാട്ട്, 90. ടെൽ മീ, 100 മൈനസ് 8 ഈസ് നത്തിങ് ബട്ട് 92. 92 by 100. ഓക്കെ, റൈസ് ടു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും വെട്ടി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 420 into 92 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. So
So answer will be 38640. So 38640 will be the answer. അതായത് ഒരു വർഷം കഴിയുമ്പം 42,000 ഉണ്ടായിരുന്ന ബൈക്കിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 38,640 റുപ്പീസായി ചുരുങ്ങും. So you can write the conclusion as hence its value after 1 year is 38,640 rupees. This is your answer. So 50 മിനിറ്റായി, മൊബൈൽ ചൂടായി. അപ്പം കുറച്ച് ലെങ്തി വീഡിയോ ഞാൻ അതിരാവിലെ അപ്ലോഡ് ചെയ്തോളാം. നിങ്ങൾക്ക് ഞാനൊരു ടൈം ലിമിറ്റ് ഇനി വൈകുന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കൂടെ കാണണമെങ്കിൽ കണ്ടോളൂ. കാരണം ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ചിലപ്പം അതുകൊണ്ട് ഞാൻ ഒരു രാത്രി വൈകുന്നേരം പറയും ഒരു 8 മണി വരെ, അതിൽ കൂടുതൽ തരില്ല, 8 PM വരെ. 8 PM ഞാൻ 7 AM അത് അപ്ലോഡ് ചെയ്യും. 8 PM വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാത്രി 8 മണി വരെ നിങ്ങൾക്ക്. അത്രയും ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം സ്പാൻ ഞാൻ തരുന്നത്. ഇഷ്ടം പോലെ സമയമുണ്ട്, കണ്ടു തീർക്കുക. ഡു നോട്ട് സ്കിപ്പ് എനി വീഡിയോ, സ്കിപ്പ് ദ പോർഷൻ. Please practice. We have discussed few questions today. Please practice each question twice, please. ആകെ 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. എനിക്ക് തോന്നുന്നു 3 ക്വസ്റ്റ്യനെ മറ്റോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. 3 ക്വസ്റ്റ്യനിൽ എങ്ങനെ നമ്മൾ 50 മിനിറ്റായി? കാരണം എന്താണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് തീർന്നപ്പോൾ തന്നെ 25 മിനിറ്റോളായി. പിന്നെ ഒരു 25 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ, അത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാത്സാണ്, അത്രയും ഡെപ്തുള്ള ക്വസ്റ്റ്യനിൽ അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഡെപ്തിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്ര സമയമായത്. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ പ്രോപ്പർലി വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പോർഷൻ. സോ താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് മീ. ഇറ്റ്സ് യുവർ ഷിബിൻ ഷാ. ബൈ, ടേക്ക് കെയർ.